ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഓമല്ലൂർ വയൽ വാണിഭം നടക്കുന്ന സ്ഥലത്താണ്. നമുക്ക് അതിനകത്ത് കയറി അവിടെ നടക്കുന്നതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ഒരു കാർഷിക മേളയാണ് ഓമല്ലൂർ വയൽ വാണിഭം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പാരമ്പര്യം ഇന്നും അതിൻ്റെ തനിമയോടെ നിലനിൽക്കുന്നു. പണ്ടുകാലത്ത് കാർഷിക ഉപകരണങ്ങളും കന്നുകാലികളെയും കൈമാറ്റം ചെയ്തിരുന്ന ഒരു വിപണന കേന്ദ്രമായിരുന്നു ഇത്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനായി തുടങ്ങിയതാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മീനമാസത്തിലെ ഉത്രം നാളിലാണ് പ്രധാനമായും ഈ വാണിഭം നടക്കുന്നത്. വയൽ വാണിഭത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ കന്നുകാലി ചന്തയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് പോലെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മികച്ച ഇനം കാളകളെയും പശുക്കളെയും ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിക്കാറുണ്ട്. പണ്ടുകാലത്ത് കൃഷിക്കാവശ്യമായ കാളകളെ വാങ്ങാൻ കർഷകർ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ മേളയെ ആയിരുന്നു. യന്ത്രവൽക്കരണം വന്നതോടെ കാളകളെ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ കുറഞ്ഞെങ്കിലും വയൽ വാണിഭത്തിൻ്റെ പ്രസക്തി ഇന്നും കുറഞ്ഞിട്ടില്ല. പഴയകാലത്തെ കൃഷി സംസ്കാരത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പാഠപുസ്തകം കൂടിയാണ്. കാർഷിക ഉപകരണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ കാണാം. അരിവാൾ, മൺവെട്ടി, കൂന്താലി, കറിക്കത്തികൾ, അങ്ങനെ ഗൃഹോപകരണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മികച്ച ഇനം തെങ്ങിൻ തൈകൾ, വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ, ഗൃഹോപകരണങ്ങൾ, മൺപാത്രങ്ങൾ, പനമ്പ്, വട്ടി, കൊട്ട തുടങ്ങിയ കൈവേല ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. വെറുമൊരു കച്ചവടം എന്നതിലുപരി ഇതൊരു നാടിൻ്റെ ഒത്തുചേരൽ കൂടിയാണ്. കൃഷിയും കർഷകനും തമ്മിലുള്ള ബന്ധം പുതുക്കുന്ന ഒരു വേദി കൂടിയാണിത്. ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മേള സംഘടിപ്പിക്കുന്നത്. ചേർന്നയായി കഴിയുന്ന പിതാവിനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന പ്രിയപ്പെട്ട അരുൺ LED ബൾബുകൾ വാങ്ങി നമുക്ക് അരുണിനെയും കുടുംബത്തെയും സഹായിക്കാം. അടുത്തൊരു വീഡിയോയുമായി വരുമ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.